സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ മതേതരത്വം സംരക്ഷിക്കാൻ നിങ്ങൾക്കായി കഴിയില്ലെങ്കിൽ രാജിവെക്കൂ പുറത്തു പോകും വർഗീയതയെ അടിച്ചമർത്തും നിങ്ങൾക്കെന്റെ നഷ്ടം നിന്നു പാവപ്പെട്ടൊരു കന്യാസിയെ തുടങ്ങിലടച്ചൊരു സർക്കാരോ നിങ്ങൾക്കെന്റെ കഴിവില്ലേ വർഗീയതയെ അടിച്ചമർത്തും നിങ്ങൾക്കെന്റെ നഷ്ടമില്ലേ അടിച്ചമർത്താൻ നാണമില്ലേ അയ്യയ്യേ നാണക്കേട് പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കിരാതമായ പ്രവൃത്തിയെ നാം എല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലൂടെയായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ നടന്ന ആ കിരാത വാഴ്ച യുക്തിക്കും സാമാന്യ നീതിക്കും നിരക്കാത്ത പ്രവൃത്തികൾ അവിടെ അരങ്ങേറിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും ഈ വിഷയം വളരെ ചൂടേറിയ പ്രതിവാദത്തിന് കാരണമായിരിക്കുക. ഗ്രീൻ ഗാർഡൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭയുടെ 2 ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ഉൾപ്രദേശത്തുള്ള 2 യുവതികളെ ആഗ്രയിലുള്ള അവരുടെ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുപോകവേ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ അധികാരികൾ ചോദ്യം ചെയ്യുകയും അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്നുള്ള പേരിൽ അവർക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. വാസ്തവത്തിൽ അവർ ആഗ്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് കൺഫേം ചെയ്യുന്ന റെയിൽവേ ടിക്കറ്റുമായിട്ട് തന്നെയാണ് യാത്ര ചെയ്യാൻ അവിടെ എത്തിയത്. ടിക്കറ്റ് കന്യാസ്ത്രീകളുടെ കയ്യിലായിരുന്നു. ആ വിവരം പറഞ്ഞപ്പോൾ പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്ത കാര്യം അവർ ഉന്നയിച്ചില്ല.
ഉടനെ അവർ ആരോപിച്ച രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഒന്ന് മതപരിവർത്തനവും, രണ്ട് മനുഷ്യക്കടത്തുമായിരുന്നു. ഈ രണ്ട് യുവതികൾ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികളായി എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ ആ ആരോപണം, മതപരിവർത്തനം എന്നുള്ള ആ ആരോപണം ഒട്ടും പോലും യുക്തിക്ക് ചേർന്നതല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ നമ്മൾ നിൽക്കുന്നവരെല്ലാവരും ക്രിസ്ത്യാനികളാണ്. അവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും പേരൊക്കെ. നമ്മൾ എത്ര പേര് അതിന് ആധികാരിക രേഖ കൊണ്ട് നടക്കുന്നുണ്ട്? അങ്ങനെ ഒരു രേഖ നമുക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ഏത് മതസ്ഥനാണ് എന്ന് തിരിച്ചറിയാൻ പ്രത്യേക രേഖയൊന്നും കൊണ്ട് നടക്കേണ്ട അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ ബന്ധപ്പെട്ട രണ്ട് യുവതികളുടെ കൈവശം ക്രിസ്ത്യാനിയായതിന്റെ രേഖ ഇല്ല എന്ന് പറയുന്നതിൽ ഒട്ടും യുക്തി. പിന്നെ മനുഷ്യക്കടത്തിന്റെ കാര്യം, 18 വയസ്സ് കഴിഞ്ഞാൽ സാമാന്യഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പ്രായപൂർത്തി വന്നു എന്നാണ്. അങ്ങനെയുള്ളവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്തേക്കും കടന്നു ചെല്ലാനും യാത്ര ചെയ്യാനും ജോലിയിൽ ഏർപ്പെടാനും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യവും അവകാശവും തരുന്നുണ്ട്. മാത്രമല്ല, ഈ യുവതികൾ അവരുടെ താല്പര്യപ്രകാരവും അവരുടെ മാതാപിതാക്കളുടെ സമ്മതവും അനുവാദവും കൊണ്ട് യാത്ര ചെയ്യാൻ വന്നപ്പോൾ അതിനെ മനുഷ്യക്കടത്തായിട്ട് ചിത്രീകരിക്കുന്ന നരാധമന്മാരെ നമ്മൾ എന്ത് വിളിക്കും? ഇത് വടക്കേ ഇന്ത്യയിൽ പലയിടത്തായി പലപ്പോഴായി നടമാടുന്ന ചില പ്രതിഭാസങ്ങളാണ്. കാട്ടുനീതി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ആൾക്കൂട്ടം കൂടുമ്പോൾ അവർക്ക് ആരെയും ചോദ്യം ചെയ്യാനോ ആധികാരികമായി അവർക്കെതിരെ നടപടികൾ എടുക്കാനോ അധികാരമില്ല. ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ അധികാരികൾക്ക് അതിന് അധികാരമുണ്ടെങ്കിൽ, ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് അധികാരികൾക്ക് അധികാരമുണ്ടെങ്കിൽ, നീതിന്യായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യായാധിപന്മാർക്ക് അതിന് അധികാരമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും തടിച്ചുകൂടുന്ന ജനത്തിന് ആ അധികാരമില്ല എന്നുള്ളത് ഇവിടുത്തെ ജനം മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാട്ടുനീതി ഒരിക്കലും ഈ നാട്ടിൽ അരങ്ങേറരുത്. നമ്മളെല്ലാവരുടെയും ആശയും ആഗ്രഹവും അതാണ്. അവിടെ നടന്ന ആ കിരാത പ്രവൃത്തിക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം എന്ന നിലയിലാണ് നമ്മളെല്ലാവരും ഇന്ന് കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് ഈ കാഞ്ഞൂർ ടൗണിലേക്ക് പ്രതിഷേധ ജാഥ നടത്തുകയും ഇതിനെതിരെ മനുഷ്യ മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി ചെറിയൊരു സമ്മേളനം ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും, ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും, നിങ്ങളെ ഓരോരുത്തരെയും, പല സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. പള്ളിയിലെ കൈക്കാരന്മാരുണ്ട്, വൈസ് ചെയർമാനുണ്ട്, വിമല ആശുപത്രിയിലെ മാനേജ്മെന്റും സ്റ്റാഫും ഉണ്ട്, സന്യാസ ഭവനങ്ങളിൽ നിന്ന് സന്യസ്തരുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ സ്വരം കടുപ്പിക്കാൻ തന്നെയാണ്. ഈ കിരാത വാഴ്ച യുക്തിക്കും സാമാന്യ നീതിക്കും എതിരായ ഏത് പ്രവൃത്തിയെയും ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി, സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൻ്റെയും സെന്റ് മേരീസ് സ്കൂളിൻ്റെയും യൂണിയൻ സ്കൂളിൻ്റെയും അസിസ്റ്റന്റ് മാനേജറുമായ ബഹുമാനപ്പെട്ട ജോസ് വലിയകടവിൽ അച്ഛൻ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ക്രിസ്ത്യാനി വിദേശികളാണെന്നൊക്കെ പറയുന്നവരോട് കൂടിയാണ് ഞാൻ അവസരത്തിൽ പറഞ്ഞത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ആ അഭിസംബോധനയോട് തന്നെ ഞാൻ എൻ്റെ ഈ പ്രസംഗം ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ
നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ മതത്തിലും പെട്ടവർക്ക് അതാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്, ഉറപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ജസ്റ്റിസ്, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി, ആരാധനാ സ്വാതന്ത്ര്യം, എന്റെ മതത്തിൽ വിശ്വസിക്കാൻ, ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ, ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ആരാധന അനുഷ്ഠാനങ്ങൾ പങ്കുചേരാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും അധികാരം തന്നിരിക്കുന്നു. അത് നമ്മുടെ അവകാശമാണ്. തുടർന്ന് പറയുന്നു, ഇവ ഉറപ്പാക്കുന്നതിനും സമത്വം, ഇക്വാലിറ്റി, ഉയർന്നവര് താഴ്ന്നവര്, പണ്ഡിതര് പാമരര്, അങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ ഉണ്ട്. ഉത്തരേന്ത്യയിൽ, നമ്മുടെ തെക്കൻ പ്രദേശങ്ങളിൽ അതില്ല, സംസ്ഥാനങ്ങളിൽ അതില്ല. ഉത്തരേന്ത്യയിൽ ഇന്നും അതുണ്ട്. സമർത്ഥരും അവർണരും എന്നൊക്കെ പറയുന്ന അത് പാടില്ല എന്നാണ് ഭരണഘടന പ്രഖ്യാപിക്കുന്നത്. സമത്വം, ഇക്വാലിറ്റി. അത് കഴിഞ്ഞിട്ട് ഇവയെല്ലാം നടത്തി സാഹോദര്യം, ഫ്രറ്റേണിറ്റി എല്ലാവരും വളർത്തുന്നതിനും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് 1949 നവംബർ 26-ാം തീയതി നമ്മുടെ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ 1949 കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അതിന്റെ പേരിൽ ഒരു മാറ്റം വരുത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണും. ഭാരതീയ സംവിധാൻ എന്നാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പേര്. ആ പേരിൽ മാറ്റം വരുത്തിയതോടൊപ്പം തന്നെ അതിന്റെ ഉള്ളിൽ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും മാറ്റം വരുത്തിയോ എന്നാണ് എന്റെ സംശയം. ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റേഴ്സിനെ അധിക്ഷേപിച്ചവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അവർ എന്ത് അധികാരത്തിലാണ് അവിടെ കടന്നുകൊണ്ട് ആ നാടകമെല്ലാം കളിച്ചത്? അവിടെ നടന്ന ഭീഷണി ഉയർത്തൽ, തടഞ്ഞു വയ്ക്കൽ, ആൾക്കൂട്ട വിചാരണ, അന്യായമായ അറസ്റ്റ്, ഏത് ഭരണഘടനയാണ് ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അവര് പറയുന്നത് മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, മതപരിവർത്തനം. ശരിയാ, ഈ 3 പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടു പോവുകയായിരുന്നെങ്കിൽ മനുഷ്യക്കടത്തെന്ന് പറയാം. അവർ സുബോധത്തോടുകൂടി മാതാപിതാക്കന്മാരുടെ അറിവോടും അനുവാദത്തോടും കൂടി അതിനുള്ള രേഖകൾ സഹിതമാണ് ആ സിസ്റ്റേഴ്സിനോടൊപ്പം പുറപ്പെട്ടത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, ജോലിയില്ല, വരുമാനമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം അലിയുന്നെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് അവർ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറയുന്നതിൽ എന്ത് കഴമ്പുണ്ട്? അവർക്ക് ജോലി കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ, അവരുടെ കാര്യം നോക്കാൻ ഒരു വിശാല മനസ്സ് കാണിച്ചതാണോ അവരുടെ തെറ്റ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ രക്ഷിക്കാമെന്ന പേരില് ഒരു പൂതന അവിടെ വരികയുണ്ടായി. പാവപ്പെട്ടവരെ പിഴിഞ്ഞ് അടിമകളാക്കി തിന്ന് കൊഴുത്ത് ഒരു പൂതന അവിടെ വന്നിട്ട് പറയുകയാണ്, ഇനി ഞാൻ തല്ലും, ഇനി ഞാൻ അടിക്കും, ഇടിക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ചോദ്യം ചെയ്യാനോ നിലയ്ക്ക് നിർത്താനോ നമ്മുടെ ഭരണ സംവിധാനത്തിന്, നിയമപാലകർക്ക്, സമൂഹത്തിന് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ആ പൂതനയോട് ഞാൻ ചോദിക്കുകയാണ്, കർണാടകയിലെ ധർമ്മസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് 100ഓളം പെൺകുട്ടികൾ കാണാതായിട്ട് വർഷങ്ങളായി. മാതാപിതാക്കന്മാർ ആ പെൺകുട്ടികൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? അസ്ഥിക്കൂടങ്ങൾ, മൃതശരീരങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ. അതെങ്ങനെ അവിടെ വന്നു? അതിന്റെ ഉത്തരവാദികൾ ആരാണ്? അവരെ ആര് തട്ടിക്കൊണ്ടുപോയി എന്ന് ചോദിക്കാൻ ഒരു പൂരിനെയും നമ്മുടെ നാട്ടിലില്ലല്ലോ.
മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ആ സിസ്റ്റേഴ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ആ ജയിലിൽ കിടന്നുകൊണ്ട്. അവരുടെ ആ 4 കണ്ണുകളിൽ നിന്ന് വീഴുന്ന കണ്ണീര് അതിനൊരു പരിഹാരമാകണമെങ്കിൽ ഇവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയ അവരുടെ അടുത്ത 4 തലമുറയെങ്കിലും കരഞ്ഞ് വിവേദനിച്ച് ഈ ലോകത്ത് കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഇച്ചിരി കടന്നു കൈയായിരിക്കാം, ഒരു വൈദികൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരിക്കാം. പക്ഷെ പ്രകൃതി നിയമമാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഈ 4 പേരുടെ 4 കണ്ണീര് മാത്രമല്ലല്ലോ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എന്തുമാത്രം വേദനയിലും യാതനയിലുമാണ് കുടുംബങ്ങളിൽ കഴിയുന്നത്. എന്ത് തെറ്റ് ചെയ്തു? പാവം അച്ഛന്മാരെ പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അവർക്ക് കരുത്തുണ്ട്, ആരോഗ്യമുണ്ട്, തന്റെ ഇടമുണ്ട്, മനഃശക്തിയുണ്ട്. ഇത് ദുർബലകളായ 2 സിസ്റ്റേഴ്സിനെ പിടിച്ച് അകത്തിടുക, അവർക്ക് ജാമ്യം നിഷേധിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ബാനറിൽ എഴുതിയിട്ടുണ്ട്, അവരെ എത്രയും വേഗം ജയിൽ വിമുക്തരാക്കണം. പോരാ, അത് പോരാ. അവരെ ജയിൽ മുക്തരാക്കിയാൽ പോരാ. ആ നിമിഷത്തിൽ അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരെ മുഴുവനും ആ ജയിലിനുള്ളിലാക്കണം. അതാണ് നീതി, അതാണ് ന്യായം. സംഭവിക്കുന്നത് എന്താ നമുക്കറിയാലോ. നമ്മുടെ ന്യായാധിപന്മാരെ കോടതിയെ വിമർശിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ സമീപകാലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 വർഷം ജയിലിലിട്ടിട്ട് കുറ്റവാളിയല്ല, നിരപരാധിയാണ്, ഇറങ്ങിപ്പോക്കോ, തീർന്നു. ന്യായാധിപന്റെ വിധി പ്രസ്താവം തീർന്നു. എന്നാൽ ഈ കള്ളക്കേസ് കൊടുത്തതിനെതിരെ ഒരു കേസെടുക്കാൻ ഒരു ന്യായാധിപനെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടാകണം. ഇത് വെള്ളരിക്കപ്പെട്ടണമായിട്ട് മാറരുത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ മദർ തെരേസ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചിലർക്ക് ചോദിച്ചു, ഇവർക്കൊക്കെ എന്തിന്റെ കേടാ? അവിടെ കഴിഞ്ഞാൽ പോരെ? കേരളത്തിൽ നിന്ന് സിസ്റ്റേഴ്സ്, മിഷണറിമാര്, വൈദികര് ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നേ? അവർക്ക് ഈ വണ്ടി കയറി ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? അവരുടെ നാട്ടിൽ കഴിഞ്ഞാൽ പോരെ? മതി. നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ ഇതൊക്കെ വേണ്ട എന്ന് വെക്കുന്ന എന്തിനാണെന്ന് അറിയാവോ? മുറിവേറ്റവരുടെ മുറിവുണക്കാൻ, തകർന്നവരെ ആശ്വസിപ്പിക്കാൻ, സ്കൂളിന്റെ ഫോട്ടോ പോലും കാണാതെ കഴിയുന്ന കുഞ്ഞുമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, പലവിധ ചൂഷണങ്ങൾക്ക് വിധേയരായി കിടക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ, അതിനുവേണ്ടിയാണ് ത്യാഗപൂർണമായ രീതിയിൽ നമ്മുടെ മിഷണറിമാരും സിസ്റ്റേഴ്സും വൈദികരും പാസ്റ്റർമാരും വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നത്. 12 കൊല്ലത്തോളം ഞാനും ഉണ്ടായിരുന്നു. അത് വായിച്ചു കേട്ട അറിവല്ല, നേരിട്ട് കണ്ട അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 87 മുതൽ 4 വർഷം, പിന്നെ 96 മുതൽ 4 വർഷം, അത് കഴിഞ്ഞ് വീണ്ടും 4 വർഷം ആന്ധ്ര, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ കണ്ട കാര്യമാണോ ഇന്നുള്ളതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് റാണി മരിയ സിസ്റ്ററിനെ കുറിച്ച് ഒരു സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങി. ആ സിനിമയിൽ കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. റാണി മരിയ സിസ്റ്റർ 1983 സത്യനായിൽ വർക്ക് ചെയ്യുമ്പോൾ, ഓട്ഗഡി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ബിഷപ്സ് ഹൗസിൽ ഞാനും ഉണ്ടായിരുന്നു. മാസം തോറും ആ ബിഷപ്സ് ഹൗസിൽ വരും പിതാവിനോട് ഒരു അനുവാദം മേടിക്കാൻ. അപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കാമായിരുന്നു, കാണുമായിരുന്നു. എന്തിനീ പാവം സിസ്റ്റേഴ്സ് അവിടെ വന്ന് കഷ്ടപ്പെടുന്നു? നാട്ടിൽ സുഖമായിട്ട് നാട്ടുകാരുടെ കൂടെ, വീട്ടുകാരുടെ കൂടെ കഴിഞ്ഞാൽ പോരെ? മതി. പക്ഷെ അതിനപ്പുറം പോകുന്നതാണ് ത്യാഗ മനസ്ഥിതി എന്ന് പറയുന്നത്. അതാണ് സമർപ്പിത ജീവിതം എന്ന് പറയുന്നത്. സമൂഹത്തിന് വേണ്ടി, അവശർക്ക് വേണ്ടി, ആർത്തർക്ക് വേണ്ടി ജീവൻ വെടിയാനായിട്ട് തയ്യാറായിട്ടാണ് പോകുന്നത്. അല്ലാതെ എന്തിനാ വെറുതെ വണ്ടിയും കയറി ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നവന്റെ തലയിൽ ചകിരിച്ചോറാണോ കളിമണ്ണാണോ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ തെരേസ എന്ന് പറഞ്ഞു, ഇവർ കള്ളിയാണ്, മാനസാന്തരപ്പെടുത്താൻ വരികയാണ്, മതപരിവർത്തനം നടത്താൻ വരികയാണ് എന്നിട്ട് പറഞ്ഞു. ഈ മദർ തെരേസയുടെ സ്ഥാപനത്തിൽ എത്രയോ പേരാ മരിച്ചു വീഴുന്നത്. അവിടെ കിടന്ന് സമാധാനമായിട്ടും ശാന്തമായിട്ടും മരിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു. ഇവര് തെരുവിൽ കിടന്ന് പട്ടിയും പൂച്ചയും കടിച്ചു പറിച്ച് ഓടയിലിട്ട് ആ ചെളിക്കാത്ത കിടന്ന് മരിക്കണമായിരുന്നോ? അതാണോ ആഗ്രഹിക്കുന്നത് ഉത്തരേന്ത്യക്കാര്? മദർ തെരേസയും സിസ്റ്റേഴ്സിനെയും കുറ്റം പറയുന്നവർ ആഗ്രഹിക്കുന്ന ഇതാണോ? പ്രായമായി രോഗിയായി മരിക്കും, അത് പെരുവഴിയിൽ കിടന്ന് മരിക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അല്ല. അവർക്ക് സാന്ത്വനം കൊടുത്ത് ആശ്വസിപ്പിച്ച് അവരുടെ കൂടെ ഇരുന്ന് ആ മരണ നിമിഷത്തിൽ അവരുടെ ചുണ്ടിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ഈ ലോകം വിട്ടുപിരിയാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുന്ന നമ്മുടെ മിഷണറിമാർ, അവർ ചെയ്യുന്ന അത്യാഗം. കുഷ്ഠരോഗികളുടെയും എയ്ഡ്സ് രോഗികളുടെയും കൂടെ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നത് ചെയ്യാൻ ഈ രാജ്യത്ത് ഏത് ഗവൺമെന്റിനും സാധിക്കും, ഏത് സംഘടനയ്ക്ക് സാധിക്കും, ഏത് സംഘിനും ഏത് പരിവാറിനും സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. നീ അച്ഛൻ പറയുന്നതൊക്കെ സംശയമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അവസരം ഒരുക്കി തരാം.
അവിടെ ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ് ഞാൻ ഒരുക്കി തരാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ നിങ്ങൾ അവിടെ പോയി താമസിക്ക്. അവിടുത്തെ ഗ്രാമങ്ങളിൽ കടന്നു നിന്ന് നോക്ക് അവരുടെ ദയനീയമായ അവസ്ഥ. അതിനൊരു അവസരം ഞാൻ ഒരുക്കി തരാം. ഞാൻ ചലഞ്ച് ചെയ്യാണ്. ഐ ചലഞ്ച്. ഞാൻ ഒരുക്കി തരാം. വണ്ടിക്കൂലി എടുക്കണം, അത്രയും ഉള്ളൂ. ബാക്കി അക്കോമഡേഷൻ, ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ പോയി കാണും അവിടുത്തെ അവസ്ഥ. നമ്മുടെ ഓരോ നേതാക്കന്മാർ പറയുന്നത്, ഓരോ പാർട്ടിക്കാർ പറയുന്നത് എല്ലാം അല്ല ശരി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഈ മിഷണറിമാര് അവിടെ ചെയ്യുന്ന ത്യാഗം അത് വലുതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ വന്ദന സിസ്റ്ററും പ്രിയ സിസ്റ്ററും ഒക്കെ തടവിലായിരിക്കുന്നത്. അവരെ എത്രയും വേഗം പുറത്താക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇതിന് മുൻകൈയെടുത്ത കുറ്റവാളികൾക്ക് തക്കതായ നീതിന്യായ വ്യവസ്ഥയുടെ അനുസരിച്ചുള്ള ശിക്ഷയും കൊടുക്കണം എന്നുള്ള ആഹ്വാനത്തോടു കൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ കുര്യച്ചൻ മഞ്ഞളി സംസാരിക്കുന്നു. സ്വീകരിച്ച മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹവിഭജനങ്ങളെ, നാട്ടുകാരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം സിസ്റ്റേഴ്സ്, വൈദികർ സ്വന്തം നാടും വീടും വിട്ടുപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തേയും കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ കൊച്ചി കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും അവർ സേവനം ചെയ്യുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ സേവനഗതി കടന്നു വന്നിട്ടുള്ളത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണോ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ, അവർക്ക് വേണ്ടി, അവരെ പരിപോഷിക്കാൻ വേണ്ടിയാണോ? പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ, വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാൻ, ദാരിദ്ര്യമുള്ളവരെ തീർച്ചയായിട്ടും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ രോഗികൾക്ക് വേണ്ടിയിട്ട് അവർ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഒത്തിരിയേറെ പേരെ നമുക്കറിയാം. ഒത്തിരിയേറെ ഭവനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രായമായവർ സംരക്ഷിച്ചുകൊണ്ട്, മാനസിക രോഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ സേവനം ചെയ്തുകൊണ്ടാണ് ഒത്തിരിയേറെ സിസ്റ്റേഴ്സ്, വൈദികര് ഈ നാട് നാനാഭാഗത്ത് പ്രവർത്തിക്കുന്നത്. അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, നാടിന് വേണ്ടിയല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ, അവരെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ നാഥൻ യേശുനാഥൻ നമ്മോട് അരുളി ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാൻ, ഞാൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ. പ്രിയമുള്ളവരെ, അതുപോലെ ജീവിച്ച് മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച 2 കന്യാസ്ത്രീകളെ, ആ 2 കന്യാസ്ത്രീകളെ, ഈ നാട്ടിൽ ജീവിക്കുന്ന കന്യാസ്ത്രീകളെ നമ്മൾ ഓർക്കണം. നമ്മൾ എല്ലാവരും ഭാരതീയരല്ലേ? നമ്മോട് ചോദിക്കണം, ഞാനൊരു ഭാരതീയനല്ലേ? ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്ക് അവകാശമില്ലേ? ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, ഇന്ത്യയിൽ ജീവിക്കുവാൻ എനിക്ക് അവകാശമില്ലേ? ആ 2 കന്യാസ്ത്രീകളും ഭാരതീയരാണ്, നമ്മുടെ നാട്ടിലുള്ളവരാണ്. 2 മലയാളിയായ കന്യാസ്ത്രീകള്. അവർ ചെയ്ത തെറ്റെന്താ? കാരുണ്യത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ രംഗത്തിറങ്ങി. ആ 3 കുട്ടികള്, വനിതകള്, പ്രായപൂർത്തിയായ 3 വനിതകള്, അവരെ ട്രെയിൻ കയറാൻ എത്തിയത് ഈ കന്യാസ്ത്രീയോട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ വന്നത് ഈ കന്യാസ്ത്രീകൾ ചെയ്തിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ്. വേദന അനുഭവിക്കുന്ന, ദുരിതമുള്ള കുടുംബത്തിൽ വന്ന കുട്ടികള്, അവർക്ക് ജോലി കൊടുക്കാൻ ശ്രമിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ട്രെയിൻ കയറാൻ എത്തിയ കുട്ടികളോട് TTR ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലില്ല, സിസ്റ്ററിന്റെ ടിക്കറ്റ് ഉണ്ട്. ആ TTRക്ക് സംശയം തോന്നി. ഓർക്കണം, സംശയമാണോ തോന്നിയത്? അദ്ദേഹം ആരായിരിക്കും? അദ്ദേഹം ഒരു മതഭ്രാന്തനായിരിക്കില്ലേ? അദ്ദേഹം വിളിച്ചു വരുത്തി, പോലീസുകാരെയല്ല വിളിച്ചു വരുത്തിയത്. അദ്ദേഹം വിളിച്ചു വരുത്തിയത് ചില സംഘടനാപതികളെ. അവരെത്തി ഓടിച്ചെന്നു. അവർ ഓടി വന്ന് ഈ കുട്ടികളെ, ഈ കന്യാസ്ത്രീകളെയും അവർ ചോദ്യം ചെയ്യുന്നു. അവർ ഒന്ന് ചേർന്ന് അവർ ചോദ്യം ചെയ്തു. ആരുടെ പ്രസൻസില്? പോലീസുകാരുടെ പ്രസൻസില്. ആ കുട്ടികൾക്ക് കയ്യിൽ കൺസെന്റ് ലെറ്റർ ഉണ്ട്, മാതാപിതാക്കളുടെ കൺസെന്റ് ലെറ്റർ ഉണ്ടായിരുന്നു, കയ്യിൽ ID ഉണ്ടായിരുന്നു. അവർ പോയത് ജോലിക്ക് വേണ്ടിയാണ്. അവർക്ക് അവകാശമില്ല ജോലി ചെയ്ത് ജീവിക്കാൻ, പോലെ തന്നെ യാത്ര ചെയ്യാൻ. കയ്യിലുള്ള രേഖകൾ വേറെ എന്താ വേണ്ടത്? ആ കുട്ടികൾ പറഞ്ഞു, അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു. വീണ്ടും അവരെ ചോദ്യം ചെയ്തു കാണും. വീണ്ടും അവർ ചോദ്യം ചെയ്തു, അവരെ പേടിപ്പിച്ചു. ഒരു കുട്ടി മാറ്റി പറഞ്ഞത്തെ ഞങ്ങൾ നിർവഹിച്ചു. ആ കുട്ടി മാറ്റി പറഞ്ഞു. എങ്ങനെയാണ്? ജനക്കൂട്ടം ചോദ്യം ചെയ്തപ്പോൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു.
അങ്ങനെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. സ്നേഹമുള്ളവരെ, ഇതുവരെ ആ സിസ്റ്റേഴ്സ് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. എന്താണ് അവർ ചെയ്ത തെറ്റും? എന്താണ്? അവര് ആ കുട്ടികളെ ന്യായമായ രീതിയിൽ അവർ കൊണ്ടുപോയി. എന്ത് പറഞ്ഞു? മനുഷ്യക്കടത്ത്. മനുഷ്യക്കടത്ത് നടന്നാണോ? അതാണ് മനുഷ്യക്കടത്ത്. മതപീഡനമാണോ? മതപരിവർത്തനമാണോ? സ്നേഹമുള്ളവരെ, ഇന്ത്യ എന്ന രാജ്യത്ത് 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ന് 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് 2.3% മാത്രമാണ് ക്രിസ്ത്യാനികള്. ഓർക്കണം, 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 47-ല് 2.3% മാത്രമാണ് ക്രിസ്ത്യാനികൾ. ഇന്നും അതിൽ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. 2.3% താഴെ. ഓർക്കണം, മതപരിവർത്തനമാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ചാനൽ ചർച്ചകളിൽ കുറെ പേര് ന്യായീകരിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എത്ര ശതമാനം ഒരുപാട് ക്രിസ്ത്യാനികൾ? ഇന്നും 2.3 താഴെയുള്ളൂ. പ്രിയമുള്ളവരെ, ഇത് മതപരിവർത്തനമല്ല. ക്രിസ്തു പഠിപ്പിച്ച വഴിയിലൂടെ, ക്രിസ്തുവിന്റെ വഴിയിലൂടെ, സ്നേഹത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന കന്യാസ്ത്രീകള. അവർ കാരുണ്യയുടെ ഭാവമാണ് കാണുന്നത്. അവർ ഈ നാട്ടിന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മുടെ കന്യാസ്ത്രീകള്, ഈ 2 പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവര് പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഇപ്പോഴും ജയിലടക്കപ്പെടുമ്പോൾ നാം പ്രതിഷേധിക്കണം. ഇന്ത്യ ഒന്നാകെ പ്രതിഷേധിക്കേണ്ടതാ. പക്ഷെ ഓർക്കണം, നമ്മുടെ ഈ ഭാരതം എന്ന നാട്ടില്, സൗഹാർദ്ദപരമായ സ്നേഹം ജീവിക്കുന്ന നാട്ടില് കുറെ പേര് മൃഗീയമായി തന്നെ ജനങ്ങളെ തമിഴടിപ്പിക്കത്തക്ക രീതിയിൽ, മതവിദ്വേഷം എന്ന രീതിയിൽ വർഗീയ പ്രാന്തന്മാരായി മാറിയിരിക്കുന്നു. ഒരു ജനപ്രതിനിധി പറഞ്ഞിരിക്കുന്നു, നിങ്ങള് മതപുരോഹിതന്മാരെ ആക്രമിച്ചാൽ ലക്ഷങ്ങൾ പാരിതോഷികം. പ്രിയമുള്ളവരെ, ഈ നാട് എങ്ങോട്ടാ പോണേ? നാം എവിടെയാ ജീവിക്കുന്നത്? ഈ പേടിപ്പെട്ട സമൂഹം ജീവിക്കുമ്പോൾ നാം പ്രതികരിക്കണം. നാം ഒന്നടങ്കം പ്രതികരിക്കണം. നാം എന്നോട് പറയണം, ഞാനും ഇന്ത്യക്കാരനാണ്, ഞാൻ ഭാരതീയനാണ്. ഭാരതത്തിന്റെ അകട്ടിട്ടതിന് തീർച്ചയായിട്ടും നാം ഒന്നാമത് നമ്മൾ ചോദിക്കണം. നാം പറയണം, ഞാനും ഭാരതീയനാണ്. നമ്മുടെ ഈ കന്യാസ്ത്രീക്ക് വേണ്ടി നമുക്ക് ഒന്നാമത് പ്രതിഷേധിക്കാം. തുടർന്നും നമ്മുടെ പ്രതിഷേധ ഈ ദിവസങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുമിച്ചതുകൊണ്ട് കന്യാസ്ത്രീകളുടെ പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. നീതിക്കായി ഏതറ്റം നമുക്ക് മുന്നോട്ട് പോകാം. ആഹ്വാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ പള്ളിയുടെ കുടുംബ കൂട്ടായ്മയുടെ വൈസ് ചെയർമാൻ ശ്രീ ഡേവിസ് മലയപ്പുറത്തിന്. സ്നേഹമുള്ളവരെ, ഈ കിരാത പ്രവൃത്തിയിൽ നിന്നും, കിരാതമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് എത്രയും വേഗം ഈ നിരപരാധിയായ സഹോദരിമാരെ മോചിപ്പിക്കണമെന്ന് മാത്രം ഈ സമൂഹം ഒന്നടങ്കം അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ, വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് മാത്രമാണ് ഇത്രയും ജനതതി ഇവിടെ ഒന്നു ചേർന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്, അച്ഛന്മാരുണ്ട്, കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ, ഈ ഹോസ്പിറ്റലിലെ സ്റ്റുഡൻസ്, മറ്റെല്ലാ മേഖലയിൽ നിന്നും വന്ന എല്ലാവരെയും ഒറ്റ വാചകത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.